പിണറായിക്കും മക്കൾക്കും പേരക്കുട്ടിയാക്കും ഈ രാജ്യം മുഴുവൻ കറങ്ങി നടക്കാനാണോ? അവരുടെ ഏർപ്പാടുകൾക്കാണോ? മക്കളെയും മരുമോളെയൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനാണോ? സർക്കാർ എന്ത് ഉത്തരവാദിത്തമാണ് ഈ വിഷയങ്ങളിൽ നിർവഹിക്കുന്നത് എന്ന് കൃത്യമായ അന്വേഷണം നടക്കണം. കൃത്യമായി അവര് പറയണം. അതിന് ഉത്തരവില്ല. ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങള് എന്താ പറഞ്ഞത്? സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്ത കണക്കാണെന്നാണ്. ഏത്? അവിടുത്തെ ഭക്ഷണം കൊടുത്തതിന് ഇത്ര ലക്ഷം രൂപ, ഖബറില് ഒരാളെ മയ്യത്ത് കബറടക്കിയതിന് 55,000 റുപ്യ, 75,000 റുപ്യ. അപ്പൊ ആരോ പറഞ്ഞു ഓരോ ഖബറിൽ ഒരു പാവം പൊന്നും കൂടി വെച്ചിട്ടായിരിക്കും കബറടക്കിയിട്ടുണ്ടാവുക എന്ന്. അല്ലാണ്ട് അങ്ങനെ 75,000 റുപ്യ ആവുക? രാജ്യത്ത് ആരെയും കബറടക്കാറില്ല. ഇനി ഈ കണക്ക് സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്താൽ, കൊടുക്കുമ്പം അവിടെയും മനുഷ്യന്മാരല്ലടോ ഉള്ളത്. അവർക്ക് അന്വേഷിച്ച മനസ്സിലാവൂലേ? അവിടെയും വേറെ പണിയൊന്നല്ലോ നടക്കുന്നത്. അവിടെയും ശവശരീരം സംസ്കരിക്കുന്നതിന് ലോകത്തെല്ലായിടത്തും അറിയാം എത്ര രൂപയാകും, എത്ര വരും എന്ന് പരിശോധിക്കാലോ, അവർക്കറിയാലോ. ഇനി ആ കണക്ക് പോട്ടെ. നിങ്ങൾ പറയണത് ഇവിടെ കൊടുത്തതിന്റെ കണക്കാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതിനാണ് പത്രക്കാർ എന്നാലും ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഈ കണക്ക് കൊടുക്കുമ്പോ ഭക്ഷണം വെച്ച് വിളമ്പിയതിന്റെ കണക്ക് കൂടി കൊടുക്കുന്നത് എരപ്പത്തരല്ലടോ. ഒരു എരപ്പത്തര. ഈ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് അവിടുത്തെ മനുഷ്യന്മാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്ന കണക്ക് പോലും കേന്ദ്രത്തിനൊന്ന് വാങ്ങുകയാണെങ്കിൽ പിന്നെ എന്തിനാണോ ഒരു സർക്കാർ? എന്തിനാ നിങ്ങൾ സർക്കാരിന്റെ പൈസ തന്നിട്ട് ഇവിടെ കൊണ്ടേ കൊടുക്കുന്ന പോസ്റ്റ്മാന്റെ പണിയാണോ? പോസ്റ്റ്മാന്റെ പണിയാണോ? കേരള ഗവൺമെന്റ് എന്ത് ഈ വിഷയത്തിൽ റിഹാബിലിറ്റേഷൻ ചെയ്യുമെന്ന് പറയ. ഇനി അത് മാത്രമല്ല, നിങ്ങൾ കണ്ടില്ലേ ഈ നാട്ടുകാർ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ നേരത്തെ അവരുടെ മനസ്സിലൊരു സെന്റിമെന്റ്സ് ഉണ്ട്. എന്താണ്? ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ജോലിക്കിടയിൽ കിണറ്റിലേക്ക് വീണുപോയി മരിച്ചുപോയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളൊരു നാടാണ്, ഒരു ഗ്രാമമാണ്. നിങ്ങൾക്കറിയോ, ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നാൽ നമ്മൾ തറവാട് വീടൊക്കെ മാറ്റിയിട്ട് വേറൊരു വീടുണ്ടാക്കും. മനോഹരമായിട്ടുള്ള വീട്, ഗംഭീര വീട്. പോരേക്കോടിൽ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഉമ്മാനെയും കൂട്ടി വരും, ബാപ്പാനെ കൂട്ടി വരും. എന്താ ഉമ്മ ഈ റൂമിലാണ്, ബാപ്പ ഈ റൂമിലാണ് എന്നൊക്കെ ഓൻ അഭിമാനത്തോട് പറയും. ഉമ്മയും ബാപ്പയൊക്കെ സന്തോഷത്തിൽ ആ വീട്ടിൽ നിൽക്കും. ഒരാഴ്ച, പരമാവധി പോയ 2 ആഴ്ച. പിന്നെ പതുക്കെ കെട്ടുമായിട്ട് ഉമ്മ ഇറങ്ങും, ബാപ്പ ഇറങ്ങും. ഒരാ പഴയ തറവാടുണ്ടല്ലോ, അവിടെ പോയി നിൽക്കും. അതിനാണെങ്കിൽ ബെഡ്റൂമിൽ ബാത്റൂം ഒന്നുമില്ല, പുറത്തു പോയിട്ട് വേറെ കോമൺ ബാത്റൂമാണ്. എന്നാലും അവരവിടെ കിട്ടില്ല. അതെല്ലാ ചെറുപ്പക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മനെയും കേട്ടിട്ട് കോഴിക്കോടേക്ക് കൊണ്ടുവരും, വീട്ടിൽ നിൽക്കും. 2 ആഴ്ച അഷ്കരണക്കാർ, 2 ആഴ്ച കഴിഞ്ഞിട്ട് അനിയൻ വന്നാൽ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോകും. അതാണ് ഉമ്മാര്. അങ്ങനെയാണ് വാപ്പാർ. എന്താണ്? അവർ ജീവിച്ച ഒരു ചുറ്റുപാടിനോട് അവർക്കൊരു സ്നേഹം ഉണ്ടാവും, ഒരു ഇഷ്ടം ഉണ്ടാവും. നമ്മളെ വാപ്പാർക്ക് ആ തറവാട് വീടിന്റെ സൗകര്യമില്ലാത്ത മുറ്റത്ത് ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാർബൽ ഉണ്ടാക്കിയ വീട്ടിലാർക്ക് കിട്ടൂല. ഇതുപോലെ ജീവിച്ചിരുന്നവർ ഉണ്ടായിരുന്നു ചൂരൽമലയിലും. അവരെ പറിച്ചു കൊണ്ടുപോവാണ്. ലീഗ് 100 വീടുണ്ടാക്കി കൊടുക്കും, രാഹുൽ ഗാന്ധി 100 വീടുണ്ടാക്കി കൊടുക്കും, വേറെ കുറെ ആളുകൾ 100 വീടുണ്ടാക്കി കൊടുക്കും. ഇല്ലേ? കുറെ ആളുകൾ അവിടെ വീട്, കുറെ ആളുകൾ ഇവിടെ വീട്, വേറെ കുറെ ആളുകൾ അവിടെ വീട്. അവരെങ്ങനെയാ താമസിച്ചിരുന്നത്? എനിക്കറിയാം ചൂരൽമലയും പുത്തുമലയും ഒക്കെ. ആ പാലങ്ങട്ട് കടക്കുമ്പോ ഇടതുഭാഗത്തൊരു ക്ഷേത്രം, അതിപ്പോ ഇല്ല, അവിടെ ആൽത്തറ മാത്രമുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയാൽ ഒരു പള്ളി പൊളിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ മുറ്റത്താണ് ആ പള്ളിയിലെ ഉസ്താദ് മരിച്ചു കിടന്നിരുന്നത്. അത് പൊളിഞ്ഞു. ഇത്തിരി അപ്പുറത്ത് ഒരു ചർച്ചുണ്ട്. അവരെല്ലാരും ഒരുമിച്ചായിരുന്നു. ക്രിസ്മസും ഓണവും പെരുന്നാളും ഒക്കെ. അവരുടെ മക്കളൊക്കെ ഒരുമിച്ചാ കളിച്ചത്, ഒരുമിച്ചാ ചൂരൽമല ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത്. ഓരോരുത്തരെ കൊണ്ടുക. ഗവൺമെന്റ് റിഹാബിലിറ്റേഷൻ പ്രഖ്യാപിച്ചിട്ട് ലീഗിന്റെ കയ്യിൽ പൈസ ഉണ്ട്. രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ പറയും, ആ 100 വീട് ഇന്ന സ്ഥലത്ത് ഉണ്ടാക്കി കൊടുക്ക്. ഇതാ ഞാൻ 100-250 ഏക്കർ സർക്കാരിന്റെ ഭൂമിയുണ്ട്, അവിടെ അല്ലേ കൊടുക്കേണ്ടത്? 1.5 ഏക്കറിൽ കൃഷി ചെയ്തവനോട് 5 സെന്റിൽ പാർക്കാൻ പറയുന്നത് എന്ത് ന്യായാണ്? എവിടുത്തെ ന്യായാണ്? അവൻ ഈ 10, 50, 60, 70 കൊല്ലം വരെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ 1 ഏക്കറയോ 2 ഏക്കറയോ ഭൂമി
ഈ ഭൂമിയെല്ലാം ഒലിച്ചു അവന്റെ മുകളിലേക്ക് വന്നു വീണപ്പോൾ അവന് സുപ്രഭാതത്തിൽ 5 സെന്റുകാരനാവുന്നതിന്റെ ന്യായം എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഇതിനാണോ സർക്കാരിന് നികുതി കൊടുക്കുന്നത്? ഇതിനാണോ സർക്കാരിന് കരം കെട്ടുന്നത്? മുഖ്യമന്ത്രിക്ക് വിലസി നടക്കാനാണോ? മന്ത്രിമാർക്ക് വിലസാനാണോ? അവർക്കിത് വകവെച്ച് കൊടുക്കട്ടെ. ഗവൺമെന്റ് ഈ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കട്ടെ. അത് ചോദിക്കുമ്പോ പറയാണ് ഞങ്ങള് കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാൻ പാക്കേജ് പ്രഖ്യാപിക്കണം മുഖ്യമന്ത്രി. ഈ ഗവൺമെന്റ് എന്താ പ്രഖ്യാപിക്കാത്തത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മുത്തുവലയിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ CMRDF-ൽ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അനുഭവമാണ്, നേരത്തെയുള്ള അനുഭവം. ഇവിടെ ഒരുപാട് ദുരന്തങ്ങളായിട്ടുണ്ട് മുഖ്യമന്ത്രി. സുനാമി എന്താ റീഹാബിലിറ്റേഷൻ? കവളപ്പാറ എന്താ റീഹാബിലിറ്റേഷൻ? പെട്ടിമുറി എന്താണ് റീഹാബിലിറ്റേഷൻ? കൂട്ടിക്കൽ. ഇനി ഇതൊക്കെ പോകട്ടെ, ഈ പുത്തുമലയിൽ 2 വർഷം മുമ്പ് ദുരന്തമുണ്ടായപ്പോൾ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്തത്? ഈ താനൂർ കടപ്പുറത്ത് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ തോന്നിവാസത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ബോട്ട് അപകടം ഉണ്ടായപ്പോ ആ ബോട്ട് അപകടത്തിലുള്ളവരുടെ റീഹാബിലിറ്റേഷൻ എന്താ നിങ്ങൾ ചെയ്തത്? കഴിഞ്ഞ ആഴ്ചയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ പാർത്തവന് വീട് വെച്ച് കൊടുക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. ആ വീടിന്റെ ഉദ്ഘാടനത്തിന് തങ്ങളുടെ കൂടെ ആ ഉദ്ഘാടനത്തിന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ വീട് തങ്ങൾ കയ്യിൽ വെച്ച് കൊടുത്ത മനുഷ്യൻ എന്നോട് ചെവിയിൽ വന്നിട്ട് പറയാണ്, ചികിത്സക്കുള്ള പൈസ പോലും സർക്കാർ തരുന്നില്ല. സർക്കാരല്ലേ ഇത് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഇവിടുത്തെ റീഹാബിലിറ്റേഷനോട് ഇന്ന് വരെ കാണിച്ചത് എന്താണ് എന്ന് നിങ്ങൾ പറയൂ. ഒരു തരത്തിലും മനുഷ്യരുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനപരമായി നിർവഹിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാത്തവർ. അതുകൊണ്ടാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, പത്രങ്ങൾ വാർത്തയാക്കിയല്ലോ നിങ്ങൾ ഇവിടുത്തെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന്. ഇനി അതൊക്കെ വിട്ടേക്ക്, അത് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്ത കണക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. എന്നാൽ മുഖ്യമന്ത്രി, അതല്ലേ നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്ത കണക്ക്? എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു വിവരാവകാശത്തിന്റെ കണക്ക് ഞാൻ പറയട്ടെ. എന്താണെന്നറിയ, നിങ്ങൾ ഏതാനും മാസം മുമ്പ് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, മൂന്നാറില് 2 ആനകൾ ഇറങ്ങിയിട്ട് ഭയങ്കര ശല്യം. 2 ആനകൾ. അവസാനം ഈ 2 ആനകളെ ഫോറസ്റ്റ് പിടിച്ചു. എന്നിട്ട് 188 കിലോമീറ്റർ അപ്പുറമുള്ള വനത്തിൽ കൊണ്ടുപോയി വിട്ടു ലോറിയില്. വിവരാവകാശം വഴി അതിന്റെ ചെലവ് എത്ര അറിയങ്ങള്? 5.25 ലക്ഷം റുപ്യ ഒരു ലോറിന്റെ വിലയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ലോറിയില് ഇവിടെയും വണ്ടി പോണ ആൾക്കാരില്ലേ, ഒരു ലോറിയില് 188 കിലോമീറ്റർ അപ്പുറത്തേക്ക് 2 ആനയെ കൊണ്ടുപോയതിന് ഈ സർക്കാർ അത് കേന്ദ്രത്തിന് കൊടുത്ത കണക്കല്ല. എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾക്കറിയില്ലേ എന്താണ് ബ്രഹ്മപുരത്ത് തീപിടുത്തുണ്ടായപ്പോ ആ തീപിടുത്തത്തില് നിങ്ങൾ എന്താണ് മിനറൽ വാട്ടർ വാങ്ങിയ എത്ര ഉറുപ്പ്യക്കാരങ്ങള്? 5 കോടി ഉറുപ്പ്യക്ക്. ഇടോ, മിനറൽ വാട്ടറിൽ കുളിച്ചാലാവോ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും? ഇത് കേന്ദ്രത്തിന് കൊടുത്ത കണക്കല്ല പിണറായി വിജയ. വിവരാവകാശം വഴി നിങ്ങൾ ചെലവാക്കിയ പൈസയാണ്. ഇനി വേറൊരു സ്ഥലങ്ങള്, ബ്രഹ്മപുരത്ത് ഉദ്യോഗസ്ഥന്മാർ തട്ടുകടയിൽ നിന്ന് 18 കടയിൽ നിന്ന് കഴിക്കുന്നതിനൊരു കണക്കില്ലടോ. ഇനി ഒരു ഹോട്ടൽ, കോഴിക്കോടങ്ങാട്ടിലെ ഒരു ഹോട്ടലാണെങ്കിൽ മനസ്സിലാക്ക്, ഒരു വഴിയോരത്തെ തട്ടുകടയിൽ നിന്ന് നിങ്ങൾ കഴിച്ച ഭക്ഷണം 16.5 ലക്ഷം ഉറുപ്പികയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? നിങ്ങൾ കള്ളത്തരം കാണിക്കാൻ പിറന്നവരാണ്. ആഷ്കർ നേരത്തെ പറഞ്ഞ പോലെ, കക്ക എന്ന് പറഞ്ഞാൽ ഓഫീസ് പോയാൽ ആടെ കള്ളന്മാര്, എന്നാ പിന്നെ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോട്ടെച്ചാലോ ആടെയും കള്ളന്മാര്. ഇതെന്തൊരു പാർട്ടിയടോ? ഓഫീസിൽ ശിവശങ്കരൻ. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, രവിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ രവി എന്നാണ് ഞാൻ പറഞ്ഞത്. രവീന്ദ്രൻ എന്നാണ് പേര്. ആ രവിയെ കുറിച്ച് കണ്ണൂരിൽ ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോ മാതൃഭൂമിയുടെ ലേഖകൻ ചോദിച്ചു, ഏതാ രവി? അറിയില്ലായിരുന്നു. രവി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ ED-യിൽ, നിങ്ങൾ അറിയാം, അദ്ദേഹം എങ്ങനെ ആശുപത്രിയിലും ആംബുലൻസിലും യാത്ര ചെയ്ത് ED-യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശിവശങ്കരൻ, ശശി ചെറിയ കേസാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര വലിയൊരു മാനിപ്പുലേറ്റർ, ഇത്ര ജീവിതത്തിൽ ഇത്ര അപകടകാരിയായ ഒരു മനുഷ്യൻ, കണ്ണൂരിലെ ഒരു സഖാവ് ഭയത്തോടെ ഓർക്കുന്ന ഒരാൾ, CKP പത്മനാഭൻ. നിങ്ങൾക്കറിയില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവ്. ഇന്ന് അദ്ദേഹം രോഗിയാണ്.
വലിയ കഷ്ടപ്പാടാണ്. ആ മനുഷ്യൻ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്ത ഇന്റർവ്യൂ ഉണ്ട്. എന്താ അറിയോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് ഈ വൃത്തികെട്ടവൻ കയറി കളിച്ചത്. ഈ ശശി, ആ ശശിയെ കുറിച്ച് ഞങ്ങൾ എത്രയായി പറയണത്? അയാൾ കുടുംബത്തിൽ കയറിയിട്ട് അത്ര വൃത്തികെട്ട, അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യാൻ, ഇന്ന കേസ് ഓരോരുത്തരുടെ പേരിൽ ചാർത്താൻ, ഓരോരുത്തരെ ഒതുക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കുക. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ? വീട്ടിലേക്ക് പോയാൽ അഷ്കർ പറഞ്ഞ പോലെ വീട്ടില് അവിടെ ചെന്നാൽ ഏതാണ് ഒരു മുറിയിൽ മകള്, അപ്പുറത്ത് മരുമോന്, ഇപ്പുറത്ത് മോന്റെ അമ്മോഷൻ. ഇവിടെ ഇതെന്തൊരു തസ്കര കുടുംബോ, തസ്കര ഫാമിലിയോ? എല്ലാവരും ചേർന്ന് കക്കുക. ഞാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര വരെ ഇത് പോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് കൊല്ലുകയും കൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന വാക്ക് അൻവറിൻ്റെതാണ്, ഭരണകക്ഷി MLA-യുടേതാണ്. കൊല്ലുകയും കൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന ശശി അടക്കമുള്ള ADGP അജിത്ത് അടക്കമുള്ള ഒരു വിങ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എത്ര കാലം പറയാൻ പറ്റുന്നൊന്നും ഉറപ്പിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ ഓർത്തു വെച്ചോ, രാഷ്ട്രീയത്തിൽ ഇതുപോലെ നിൽക്കാൻ പറ്റുമെങ്കിൽ പിണറായി വിജയ, ഒരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങൾ കട്ടുകൊണ്ടുപോയത് തിരിച്ച് ഖജനാവിൽ അടപ്പിക്കുന്നത് വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് 5-8 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നിലമ്പൂരിലേക്ക് എത്തിയെന്ന് മാത്രം. ചിലയിടത്തേക്ക് എത്താൻ കുറച്ച് സമയം വരും. പക്ഷേ ഞങ്ങൾ പറയുന്ന വസ്തുതകൾ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഇത് അഴിമതി എന്നങ്ങനെ ഒരു നിസ്സാരമായ വാക്കിട്ട് വിളിച്ചാൽ പോരാ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. 1925 പൂനെയിൽ RSS അതിന്റെ തുടക്കമുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ RSS പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ അജണ്ട തന്നെ എപ്പോഴും സമാന്തരമായ ഒരു ഭരണ രീതിക്ക് അവർ ശ്രമിക്കുകയാണ് എല്ലായിടത്തും. കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഗുജറാത്ത് പോലെയുള്ള ഇടങ്ങൾ അവർക്ക് നഷ്ടപ്പെടാൻ കഴിഞ്ഞു. സമാന്തരമായി ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് ഗുജറാത്തിൽ അവർ ആരംഭിച്ചു. അങ്ങനെയാണ് ഗുജറാത്തിലെ ഭരണത്തിന് സമാനമായ വിധത്തിൽ കലാപം നടത്തുന്നവർ ഭരണത്തിന്റെ മറ്റൊരു വിഭാഗം. മനസ്സിലാക്കാൻ കഴിയില്ല. പിടിക്കേണ്ടവൻ അവനും ഭരണം, കലാപം നടത്തുവൻ അവനും ഇതിന്റെ പാട്ട്. രണ്ടു തരത്തിൽ ഈ രീതിയെ കൊണ്ടുപോകുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് നിലവിലുള്ള ഗവൺമെന്റുകൾക്ക് സമാന്തരമായി മറ്റൊരു വിങ് പ്രവർത്തിക്കുക. ഇത് ഹേറ്റ് ക്യാമ്പയിൻ, വെറുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇവർ രൂപീകരിച്ചെടുക്കുന്ന ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്തിലെ പ്രത്യേക രാഷ്ട്രീയമാണ്. RSS ഇത് പ്ലാൻ ചെയ്യാൻ കുറേയായി ശ്രമിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ മുഴുവൻ അവസ്ഥ ഇതാണ്. 35 കൊല്ലം CPM ഭരിച്ച ബംഗാൾ അടക്കം RSSന് ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വഖഫ് ഭൂമികൾ അവന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുത്തി പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കുന്നത് വരെയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ബംഗാളിൽ 35 കൊല്ലം CPM ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് ബംഗാളിൽ നടപ്പിലാക്കി. ഫലം എന്താണെന്ന് അറിയുമോ? ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രർ, ഇന്ത്യയിലെ ഏറ്റവും നിരക്ഷര കക്ഷികൾ, ഇന്ത്യയിലെ ഏറ്റവും തൊഴിലില്ലാത്തവർ എന്ന തരത്തിലേക്ക് ബംഗാളിലെ മുസ്ലിങ്ങൾ അവിടുത്തെ ഒരു പുഴുവിന്റെ പോലും വിലയില്ലാത്ത മനുഷ്യരായി ജീവിച്ചു. എന്നാൽ ഇന്ത്യയിൽ ഇതിന് വ്യത്യസ്തമായ അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു ജനത. അതും നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ പ്രിയപ്പെട്ട അഷ്കർ പറഞ്ഞ പോലെ താജ്മഹലിന്റെ അനുയായികളല്ല നമ്മൾ. നമുക്ക് നമ്മളുടെ മുമ്പിൽ ചെങ്കോട്ടയുണ്ടായിരുന്നില്ല. ഒരു രാജകുടുംബത്തിന്റെയും പാരമ്പര്യം ഇവിടെയില്ല. അവിടെയൊക്കെ പലതും ഉണ്ടായിരുന്നു. ഫത്തേപൂർ സിക്രി ഉണ്ടായിരുന്നു, മുഗള ഭരണം ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ മൈസൂരിൽ ഒരു ഓളം പോലെ കേരളത്തിലൂടെ കടന്നുപോയി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ ഏത് മുസ്ലിം രാജകുടുംബത്തിന്റെ പാരമ്പര്യം നിങ്ങൾ പറ? ഒരു പേരിന് പറയാവുന്ന ഒരു ഗ്രാമത്തിന്റെ വലിപ്പമുള്ള അറക്കൽ രാജകുടുംബമല്ലാതെ ഒന്നുമില്ല. എന്നാലോ മഹാദുരിതവും ഈ കേരളത്തിൽ, മഹാദുരിതവും. 921 കലാപത്തിന്റെ ബാക്കി പത്രം എല്ലാം കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. പക്ഷേ ആ ജനത റിവൈവ് ചെയ്തു വന്നു, ആ ജനത അതിജയിച്ചു വന്നു. CH മുഹമ്മദ് കോയ സാഹിബിന്റെ
സീതി സാഹിബിന്റെ, ബാഫക്കി തങ്ങളുടെ, പൂക്കോയ തങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള ഒരു തീവ്രമായ പരിശ്രമത്തിന്റെ ഭാഗമായി അവരെങ്ങനെ ക്ലച്ചു പിടിച്ചു അഭിമാനബോധമുള്ളവരായി ആരടാ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറയാൻ ധൈര്യമുള്ള നട്ടലുള്ള ഒരു സമൂഹമായി വളർന്നു വന്നു ഇവിടെ. എന്നാൽ അവരാരോടും കലഹിക്കാൻ നിന്നില്ല. ഒരിടത്തും അവർ തെറ്റായ വഴികൾ സ്വീകരിച്ചില്ല. ഈ രാജ്യത്തിലെ ഹിന്ദു, ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനി, ഈ രാജ്യത്തിലെ ദളിതർ അവർക്കൊപ്പം നിന്നു. അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ നിയമസഭയിൽ നിന്ന് പാസ്സാവുന്നത് മുസ്ലിം MLA-മാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ മറ്റു മതസ്ഥരുടെ വിശ്വാസ്യത ആർജിച്ചു. നാട്ടിലൊരു പാലമുണ്ടായാൽ, ഒരു റോഡുണ്ടായാൽ, സ്കൂൾ ഉണ്ടായാൽ, ഒരു റേഷൻ കട സ്ഥാപിക്കുമ്പോൾ അവിടെ പോലും എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇടപിരിച്ചു മാറ്റാനാവാത്തവൺ. മലപ്പുറം കുഴപ്പാട് ജില്ല കൊടുക്കല്ലേ അവർക്ക്? ഇവിടെ മുഴുവൻ തീരദേശമാണ്. പാകിസ്ഥാനിൽ നിന്ന് കപ്പൽ വരും, ആയുധം കൊണ്ടുവരും, കുഴപ്പക്കാരാണ്, 21 ഓർമ്മല്ലേ, മാപ്പിളയാണ്, എല്ലാം പറഞ്ഞു നോക്കി. പക്ഷെ ജില്ല വന്നു, ജില്ല പുരോഗമിച്ചു. അവിടെ എയർപോർട്ട് വന്നു, അവിടെ യൂണിവേഴ്സിറ്റി വന്നു, അവിടെ മലയാളത്തിന്റെ തുഞ്ചൻ യൂണിവേഴ്സിറ്റി വന്നു. എല്ലാം മലപ്പുറത്തിനെ ഭയപ്പെട്ട് മലപ്പുറത്തേക്ക് പതുക്കെ കുണുങ്ങി വന്ന അധ്യാപകന്മാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ മലപ്പുറത്തുകാരന്റെ സ്നേഹം, വിടാത്ത സ്നേഹം കണ്ട് അവർ മലപ്പുറത്ത് താമസമാക്കി. RSSന്റെ അജണ്ടകൾ പൊളിഞ്ഞത് അവിടെയാണ്. ഈ മലപ്പുറം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന ജില്ലകളിലൊന്നാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പാർക്കുന്ന നിയോജക മണ്ഡലങ്ങളും ജില്ലകളും എടുത്താൽ അതിൽ വിരലിലുണ്ടാവുന്ന ജില്ലകളിൽ ഒന്നാണ്. മലപ്പുറത്തുകാർക്ക് എത്രമാത്രം അറിയുമോ അതെന്നറിയില്ല. ആ മലപ്പുറത്തിന്റെ യശസ് സംഘ് പരിവാരത്തിന്റെ കഴുത്തിനേൽക്കുന്ന കുത്താണ്. ഈ രാജ്യത്തിന്റെ മുഖ്യധാരയാണ്. പിന്നെ സംഘിക്ക് എന്താ പറയാനുണ്ടാവുക? സംഘിയോട് പറയാണ് പോയി മലപ്പുറം നോക്ക് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ആ മലപ്പുറത്തെ അപകടപ്പെടുത്താനുള്ള ഏറ്റവും ഭീകരമായ ഗൂഢാലോചന RSS തുടങ്ങുന്നത് ഇപ്പോഴല്ല, ജില്ല പ്രഖ്യാപിക്കുന്ന സമയം മുതൽ ആരംഭിച്ചതാണ്. എന്തെല്ലാം പറഞ്ഞു. റമദാൻ മാസം മലപ്പുറത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭയങ്കര പ്രയാസത്തിലാണ്. അവർക്ക് ജീവിക്കാൻ വയ്യ, ഒരു ഭക്ഷണം കിട്ടൂല. ഈ മാപ്പിള ഹിന്ദു അത്രത്തോളം ശ്രദ്ധിക്കാൻ സോഷ്യൽ മീഡിയകളുള്ള കാലമായിരുന്നില്ല. ഒന്നും വില പോയില്ല. എന്തു റമദാൻ വന്നാലും ഈ നാട്ടിൽ നോമ്പില്ലാത്തവര് പട്ടിണി കിടക്കണമെന്ന് ഇവിടെ ആരും വിധി കൽപ്പിച്ചില്ല. അത് വിശ്വാസി ചെയ്യേണ്ട, അവൻ സ്വയമേ ചെയ്യേണ്ട കാര്യമാണെന്ന് എല്ലാവരും പറഞ്ഞു. അത് വിലപ്പോയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നിങ്ങളും ഞാനും പറയുന്ന നാടൻ പാട്ടുകളല്ല രേഖയാവുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗൂഗിളിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ റേറ്റ് ഉള്ള ജില്ല ഏതെന്ന് എടുത്ത് പരിശോധിക്കുമ്പോ ഈ 2024 ഈ മാസത്തിൽ പരിശോധിക്കും, നിങ്ങളെ മലപ്പുറം ജില്ലയാണ്. ആരാ കൂട്ടുപിടിച്ചു കൊടുത്തത്? 2023 അത് ചെയ്തു തീർക്കുന്നത്, ഒരുപാട് കൊല്ലം മുമ്പല്ല. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണം, തൃശ്ശൂരിൽ ഗുണ്ടാക്രമണം, കൊച്ചിയിൽ ഗുണ്ടാക്രമണം എത്ര കേട്ടിട്ടുണ്ട്? മലപ്പുറത്തൊരു ഗുണ്ടാക്രമണം നിങ്ങൾ പറ. മഞ്ചേരിയില്, കൊണ്ടോട്ടിയില്, ഈ ആക്കോടില് നിങ്ങൾ പറ. മലയാള സിനിമയിൽ എത്ര സിനിമാ കഥകൾ വന്നിട്ടുണ്ട്? ഇന്ന് വരെ മലപ്പുറം ഒരു ഗുണ്ടാ കേന്ദ്രം. പലതരത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. പ്രിയദർശന്റെ ഒക്കെ വളിഞ്ഞ തമാശകൾ, മാപ്പിളയെ കളിയാക്കുന്ന തമാശകൾ, എത്രയോ ഭാഷയെ കളിയാക്കുന്ന തമാശകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ സിനിമയും. പക്ഷേ മലപ്പുറം ഗുണ്ടകളുടെ, പോക്കരികളുടെ ഒരിടമാണെന്ന് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും. എന്നാൽ ആ മലപ്പുറം ജില്ല ക്രൈം റേറ്റിൽ ഇന്ത്യയിലെ നമ്പർ 1 ഡിസ്ട്രിക്റ്റ് ആണ്. അറിയോ നിങ്ങള്? ആരുടെ കാലത്ത്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പുന്നാരമോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഈ കാലത്ത്. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തക്ബീറല്ലേണ്ട കാര്യപ്പ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണല്ലോ ആഘോഷിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പറയാൻ എല്ലാവരും എഴുന്നേറ്റ് തക്ബീറല്ലേണ്ട. ഇത് ചരിത്ര തമാശയാക്കേണ്ട കേസല്ല സ്നേഹമുള്ളവരെ, ഇത് രേഖയാണ്. നിങ്ങളുടെയും എന്റെയും ജില്ല. എന്താ കാര്യം? ഞാനും അഷ്കറും ബൈക്കിൽ പോവാണ്, ഹെൽമറ്റ് ഇല്ല, പോലീസ് പിടിക്കും, ചെറിയ കേസ്, പിഴ അടക്കണം അല്ലേ? പിഴ അടക്കുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയോ?
എന്റെ പേരിൽ ഒരു കേസ്, ഒരുപാട് കേസിൽ ജബ്ബാർ ഹാജി ഇടപെട്ടിട്ടുണ്ടാവും. ചോദിക്ക്. ഇത് നൗഷാദ് അലിന്റെ ഇവിടെ ചോദിക്കങ്ങള്, നൗഷാദിന്റെ ഇവിടെ ചോദിക്ക്. നിങ്ങള് വക്കീലല്ലേ, എന്താ കേസ് ഉണ്ടാവുക? അഷ്കറിന്റെ പേരിൽ ഒരു കേസ്, ഒരു FIR, ക്രൈം റേറ്റ് ആയില്ലേ ഒന്ന്. എന്റെ പേരിൽ വേറെ FIR. ഒരു മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ 10 പേരുണ്ടോ? 10 FIR. അങ്ങനെയാണോ? FIR-കൾ മാറ്റി 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 മാറ്റിയിട്ട് എണ്ണം കൂട്ടി. മെനഞ്ഞാന്ന് ഒരു ഉളുപ്പും മര്യാദയില്ലാതെ അൻവറിന് മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ നൈസായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അത്? കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തിന്റെ കേസ് ഇന്ത്യയിൽ, കേരളത്തിൽ നിൽക്കുന്നത് കോഴിക്കോട് കരിപ്പൂരിലാണ് എന്ന്. മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് ആരുടെ കണക്കാ? ആര് പറഞ്ഞ കണക്കാ? നീ പറഞ്ഞു വിട്ട, മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട സുജിത് ദാസും അജിത്തും കൂടെ ചേർന്നുണ്ടാക്കിയ കണക്കാണ് അല്ലേ? നിങ്ങൾ തന്നെ കേസ് ഉണ്ടാക്കുക. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട RSS-കാരായ പോലീസുകാർ വന്നിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കുക. എന്നിട്ടോ ആ കള്ളക്കേസുകളുടെ കണക്ക് ഒരു ഉളുപ്പില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യുക. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതല്ലേ ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമേൽ അപകടപ്പെട്ട പണിയാണ്. RSS പതിറ്റാണ്ടുകളായി ചെയ്യാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്തായിരുന്നു കാര്യം എന്നറിയോ? കാരണം മടിയിൽ കനമല്ല, മടിയിൽ ഒരു പാറക്കല്ലിരിക്കുന്നവന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര്. അറിയങ്ങള്, മടിയിൽ കനെന്നൊന്നും പറഞ്ഞൂടാ, എഴുന്നേക്കാനൊക്കെ പറ്റൂല. ആ ജാതി പാറക്കല്ലായിരിക്കണത്. കാരണം ഇപ്പൊ തുടങ്ങിയ കക്കലല്ല, ലാവ്ലിംഗ് കേസ് മുതൽ അവ ചോദിച്ചാ പറയും ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ പറയുന്നതാണ് എന്ന്. കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിലല്ല. നിങ്ങൾ അറിയുമോ, ഒരു നിയമസഭാ സാമാജികനായാൽ നമുക്ക് പല രേഖകളും കിട്ടും. ഞാൻ ഒരു പക്ഷേ ആ സഭയിൽ നിന്ന് മാറി എനിക്കത് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. ഞാൻ ഞെട്ടിപ്പോയ കഥ 2020-ലാണ്. നേരത്തെ അഷ്കർ പറഞ്ഞ പോലെ നിയമസഭയിൽ ഞാൻ പറയുന്നത് 2018 റെയ്ഡ് നടക്കുന്നു. ആരുടെ ഓഫീസിൽ എന്നറിയോ? കർത്തയുടെ ഓഫീസിൽ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തിയ ED കൊടുത്ത കൺക്ലൂഷൻ എന്താണെന്നറിയോ? ഇതിന്റെ ഭാഗമായി ഊരാലുങ്കൽ സൊസൈറ്റിയിലേക്ക് പോകണം. രണ്ടാമതോ എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിലേക്ക് പോകണം. ആ അന്വേഷണം അവിടെ അവസാനിച്ചു. ആരാ അന്വേഷിക്കുന്നത്? ED ആണ്. ഏതാ ED? കേന്ദ്ര അതിനെ ഇല്ലാതെയാക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ തള്ളി യാത്ര നടത്തി തെരുവുകൾ മുഴുവൻ സംഘർഷഭരിതമാക്കിയിരുന്ന BJP-യുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇല്ല എവിടെ? ഇവിടെ എന്തെല്ലാം വിഷയമുണ്ടായി? നിങ്ങൾ അയാളെ കണ്ടോ? ഏറ്റവും കടുത്ത നിശബ്ദത BJP വെച്ച് പുലർത്തുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് മിണ്ടാനാവില്ല. ഞങ്ങൾ ചോദിച്ചു ഈ രാഷ്ട്രീയ ധാരണയുടെ പേരിൽ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മലപ്പുറത്ത് ജബ്ബാർ ഹാജിക്ക് പിന്നെ അറിയാൻ ഞാൻ വീണ്ടും കോട്ടയാണ്. അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. എത്ര കോൺട്രാക്ടർമാർ, മലപ്പുറം ജില്ലയിലെ DYFI-കാർ, മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ്സുകാർ, മലപ്പുറം ജില്ലയിലെ യൂത്ത് ലീഗുകാർ, ചെറിയ ചെറിയ കോൺട്രാക്ടർമാരാണ്. എന്താ കോൺട്രാക്ടർ? പണിയൊന്നും പഠിച്ചതല്ല. എന്നാലും പഞ്ചായത്തില് അവൻ 24 മണിക്കൂറും പൊതുപ്രവർത്തനാണ്. അതിനിടയിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു 2 ലക്ഷം 3 ലക്ഷത്തിന്റെ ഒരു റോഡ് കല്ലിടല്, അല്ലെങ്കിൽ ഒരു പൊതുകിണർ കുഴിക്കല്, അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്ത് ജീവിക്കും. ചെറിയ പൈസ അല്ലേ? ഒരു മാസമൊക്കെ ആയാൽ 10-30,000 രൂപ ബാക്കിയാവും. ചെറിയ കോൺട്രാക്ടർമാർ എത്ര പേരുണ്ടായിരുന്നു നമുക്കിടയിൽ. പിന്നെ കുറച്ച് വലിയ കോൺട്രാക്ടർമാർ മലപ്പുറം ജില്ലയിൽ. എത്ര വലിയ വലിയ കോൺട്രാക്ടർമാർ. അവർ ഈ നാട്ടില് ഒരു ബൈത്രാമുണ്ടോ? നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ഓരോ കയ്യിൽ പൈസ ഉണ്ടാവും, ഒരു തരും. നാട്ടിലൊരു പാവപ്പെട്ട ഒരു സുകല്യ, അവൻ തരും. ഡയൽ സെന്ററിൽ മെഷീൻ വേണം, അവൻ തരും. ആ കോൺട്രാക്ടർ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്ക്. പണിയില്ല. ആരാ പണി? ഒക്കെ ഊരാലിങ്കലാണ്. DYFI-കാരന് പണിയില്ല, യൂത്ത് കോൺഗ്രസ്സുകാരന് പണിയില്ല, യൂത്ത് ലീഗുകാരന് പണിയില്ല, എല്ലാം ഊരാലുങ്കൽ. എന്നാ ഊരാലിങ്കലിന്റെ പണത്തിന്റെ കണക്ക് നിങ്ങൾക്ക് അറിയോ? ആരുടെ പണാണ്? എവിടുത്തെ പണാണ്? ഞാൻ 1000 വട്ടം ചോദിച്ചു. എന്നിട്ട് ആ ഊരാലിങ്കലിന്റെ കോടികളുടെ പൈസ ഉണ്ട്. ചോദിക്കുന്ന എണ്ണ സോപ്പിടാൻ വരിക. വർത്താനം നിർത്തിയാൽ
പതുക്കെ ഞാൻ ആദ്യം നിയമസഭയിൽ ചോദിച്ചു, പിന്നെയും ചോദിക്കുമ്പോ പറയേണ്ടി വന്നാ പറയാം. അതിന്റെ ആൾക്കാർ വരിക, എന്നിട്ട് പറയാ എന്തിനാ ഞങ്ങള് ഇങ്ങനെയൊക്കെ പറയണത്, എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ പറയൂ. പറയുന്നതിനോടെ കോടിക്കണക്കിന് രൂപയുടെ, നിങ്ങളും ഞാനും വിചാരിക്കുന്ന പൈസ അല്ല, ആയിരക്കണക്കിന് കോടിയുടെ നിക്ഷേപം ഊരാലുങ്കലിൽ കൊണ്ടുപോയി ഇട്ടത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ CPM അടക്കമുള്ളവരുടെ പൈസയാണ്, നേതാക്കന്മാരുടെ. സഖാക്കൾക്ക് അറിയോ? നിങ്ങളൊന്ന് EP ജയരാജനെ പൂർണ്ണമായിട്ട് പടക്കി നോക്ക്, കണക്ക് പുറത്തു വരും. പൂർണ്ണമായി പണക്കി നോക്ക്. ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൂട്ടിപ്പിടിക്കുന്നത് കണക്ക് പുറത്തു വരുന്നതിന്റെ ഭയത്തിന്റെ പേരിലാണ്. എത്ര ആളുകൾക്ക് തൊഴിലില്ലാതായി, എത്ര കോൺട്രാക്ടർമാരുടെ പദ്ധതികൾ അടഞ്ഞുപോയി. എനിക്കറിയാം, കോഴിക്കോട്ടങ്ങാടിയിലെ പ്രമുഖരായ 2 കോൺട്രാക്ടർമാർ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റിട്ട് അവസാനം കൈകളിലുള്ള ടിപ്പർ ലോറി അടക്കം വിൽക്കേണ്ടി വന്ന ഗതികേടുണ്ടാക്കി. ഇത് ചെറിയൊരു അഴിമതിയല്ല. അൻവർ പറയണ സ്വർണ്ണക്കടത്ത് കേസ് മാത്രമല്ല, ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കയ്യിൽ ഈ രേഖ കിട്ടിയപ്പോ നിയമസഭയിൽ 2020 ഞാൻ ചോദിച്ചത്, മുഖ്യമന്ത്രിയുടെ രക്തബന്ധു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എവിടെ പോയി മുഖ്യമന്ത്രിയുടെ മകള്? ഇന്നലെയും അൻവർ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞ വസ്തുതകളോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. വൈകിയാണെങ്കിലും പറഞ്ഞല്ലോ അൻവറെ, പറഞ്ഞല്ലോ. ഞാൻ ഒരു പരിഹാസത്തിനും കളിയാക്കലിനും ഞാനില്ല. പക്ഷെ ഇന്നലെയും അൻവറിനോട് പത്രക്കാർ ചോദിക്കുമ്പോ എന്താ ചോദിച്ചെന്നറിയോ? പൂരം കലക്കാൻ ആരാണ് അതിന്റെ പിറകിലെന്നറിയാമോ? അതിന് അൻവറിന്റെ മറുപടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ മറുപടി എന്നറിയോ? കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുള്ളവരാര്? അവരായിരിക്കുമല്ലോ. അൻവർ ഇപ്പോഴും മല്ലോ കില്ലോല വന്നിക്കണത്. എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് ചങ്കൂറ്റത്തോടെ ഞങ്ങൾ പറഞ്ഞിട്ട് 10 കൊല്ലത്തോളമായി. അറിയോ ഞങ്ങൾക്ക്? മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് 5-8 കൊല്ലായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും അറിയാമല്ലോ, നോക്കാമല്ലോ എന്നാണ്. ഞങ്ങൾക്കൊരു മല്ലോ ഇല്ല. കാരണം ഇവന്റെ ഒന്നും ചെലവിലല്ല ഞങ്ങൾ ജീവിക്കണത്. ഒരു മുഖ്യമന്ത്രിയുടെയും ചെലവിലല്ല, ഒരു ഗവൺമെന്റിന്റെയും ചെലവിലല്ല. പിന്നെ നിങ്ങളങ്ങ് ശരിയാക്കുന്നു പറയണമെങ്കിൽ അങ്ങനെയുണ്ട്. ഭയപ്പെടുത്തുക, ആദ്യം വന്ന് പ്രീണിപ്പിക്കും, പിന്നെ ഭയപ്പെടുത്തും, കേസ് കൊടുക്കുന്നു പറയും. ഇതൊക്കെയാണ്. കേസിലൊക്കെ കുടുക്കിയാൽ ഭയം വേണമെങ്കിലേ കൊടുക്കാവുന്ന എന്തെങ്കിലും ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് തോന്നണ്ടേ? അതല്ലെങ്കിൽ കോടതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടണ്ടേ? എന്റെ അടുത്ത് വന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുക്കിക്കോ, നിങ്ങള് ആകാവുന്ന അത്ര കുടുക്കിക്കോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ 10 കൊല്ലം MLA ആയി നിന്നത് എന്റെ CPM-കാരാ. നേരത്തെ ഇവിടുന്ന് അഷ്കർ പറഞ്ഞ ചടയനടക്കമുള്ള കണ്ണൂരിലെ CPM-ന്റെ കോട്ടയിൽ നിന്നിട്ടാണ് MLA ആയതും അതിജയിച്ച് നിയമസഭയിൽ പോയതും. ജയിച്ച വോട്ടുകൾ കൊണ്ടോട്ടിക്കാട്ടി തരുന്ന പോലെ 15,000 20,000 ഒന്നല്ല, ഒരു 300 ഒരു 400 അല്ലേ? ആ 300 400 ഒക്കെ മതി. മനസ്സിലായങ്ങള്? പറയേണ്ടത് പറയാൻ നിങ്ങളെ പേടിച്ചിട്ടൊന്നും അല്ല CPM-കാരെ. ഭയമില്ല. കാരണം എന്താ അറിയോ? എന്റെ വാപ്പയും മലപ്പുറത്ത് പോയതാണ്, ഏറനാട്ടിൽ പോയവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം പറയേണ്ടത് ആരുടെങ്കിലും മുമ്പിൽ മുട്ടുവളച്ച് പറയുന്നവരല്ല ഈ ജില്ലയിലുള്ളവരെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയണത്. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയേ. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ആകാവുന്ന പണികൾ തന്നിട്ടുണ്ട്, ചെയ്യാവുന്ന ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയം എന്തെന്ന് പോലും അറിയാതെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യയടക്കം എന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് പോലും നിങ്ങൾ അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നത് നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കക്കുന്ന വസ്തുതകൾ, അതിനല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചത്? അതിനല്ലേ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ കൊടിയും പിടിച്ച് ഇതാ ഇവിടെ നിൽക്കല്ലേ നിങ്ങൾ? ഈ രാത്രി ഈ സമയം മഴ പെയ്തേക്കുമോ എന്ന് കരുതി മുകളിൽ ഒരു പന്തല് കെട്ടി അല്ലേ? ഇന്നലെ ഇവിടെ നടക്കേണ്ട പൊതുയോഗം ഇന്നത്തേക്ക് മാറ്റി. എന്തിന്? നിങ്ങളുടെ ആരുടെ കുടുംബം പോറ്റാൻ? നിങ്ങൾക്ക് എന്തിനു വേണ്ടി? ഒരു ലക്ഷ്യമുണ്ട്, ഈ നാട് നന്നാവണം, ഈ സമൂഹം നന്നാവണം, ഈ സമുദായം നന്നാവണം. അതല്ലേ? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ വോട്ട് തരുന്നത്? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ MLA ആക്കുന്നത്? അതിനു വേണ്ടിയല്ലേ MP ആക്കുന്നത്? അതിനു വേണ്ടിയല്ലേ പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കുന്നത്? നിങ്ങളെ വീട്ടിലെ കാര്യമല്ലല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, യാത്രയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ചിലപ്പോഴൊക്കെ കാണാം നമ്മളെ രസമുള്ള ഫോട്ടോ ഒട്ടിക്കുന്ന കുറെ പാവങ്ങൾ. നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് എന്താ മോനെന്ന് വെച്ചിട്ട് കൂട്ടിപ്പിടിച്ചാൽ പോലും ഓൻ അറിയില്ല എന്റെ ഫോട്ടോ ആണ് ഒട്ടിക്കണത്. എന്നെ മനസ്സിലാവൂല. പാവങ്ങള് ആരെന്നറിയില്ല, എന്തിനെന്നറിയില്ല, എന്തിനു വേണ്ടിയാണ്? അവർ വോട്ടു തന്ന് ജയിപ്പിച്ചാൽ
അവിടെ പോയി കിടന്നുറങ്ങാനല്ല, ഇത്തരം കള്ളന്മാർക്കെതിരെ വിളിച്ചു പറയുമെന്ന വിശ്വാസമാണ് അവൻ വോട്ടാക്കി തരുന്നത്, അവനെടുക്കുന്ന പണി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഉത്തരവാദിത്തം തിരിച്ചു കൊടുക്കാൻ ബാധ്യത ഉണ്ട്. ഞാൻ അന്നും പറഞ്ഞു, കണ്ണൂരിൽ പി ജയരാജൻ എന്ന് പറയുന്ന കൊലയാളിയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി ജയരാജൻ. ഞാൻ പറഞ്ഞു, ജയരാജൻ, എന്റെ എത്ര സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ട ഹനീഫ്, ഞാനന്ന് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുമ്പോൾ ഹനീഫിനെ ഓർക്കുകയായിരുന്നു. CH ചെയർ സ്ഥാപിക്കുന്ന സമയത്ത് ഹനീഫിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. ചാടി നടന്നു. അന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷററാണ് ഹനീഫ്. രാപ്പകലില്ലാതെ കോഴിക്കോടുണ്ടാകും. ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അങ്ങനെ കഷ്ടപ്പെട്ട ഹനീഫ് ഒരു ദിവസം ക്യാൻസർ വന്നങ്ങ് മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട ഉബൈദ്, അവനങ്ങ് പാലക്കാടാണ്, യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്. ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും തമാശയാക്കി കളിയാക്കുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് ഉബൈദ് മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. എത്ര പേര് ഏതെല്ലാം തരത്തിൽ എന്ന് കരുതിയിട്ട് ആ മരണല്ലേ ആർക്കും വരാനുള്ളതല്ലേ, അതിനൊന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. അൻവറേ, ഓർത്തോങ്ങള്, ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സത്യസന്ധമായി നേരോടെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പറയും. കാരണം എന്തെന്നറിയുമോ? ഈ പിടിക്കുന്ന കൊടിയുടെ നിറം പച്ച മാത്രമല്ല, അത് അർദ്ധചന്ദ്ര താരാങ്കിതമായ ഖായിദ് മുഹമ്മദ് സാഹിബ് ഏൽപ്പിച്ച രാഷ്ട്രീയ ദൗത്യമാണ്. അത് ചെയ്യും. അത് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ആരെയും നോക്കേണ്ട വിഷയമല്ല, ആരെയും ഭയപ്പെടേണ്ട വിഷയമല്ല. നാട് കട്ട് തീർക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കട്ട് തീർക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷത്തുള്ള എല്ലാവരും, ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ നിശബ്ദരാകുന്നവരൊക്കെ നാളെ വില കൊടുക്കേണ്ടി വരും. അത് CPI ആയാലും അതിനകത്തുള്ള ഏത് കക്ഷികളായാലും. അതിനപ്പുറം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുകൂടി ഉണ്ട്. എന്താണെന്നറിയുമോ? ഇതിനകത്ത് നേരാവണ്ണം നടക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. ഞാനിവിടെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സുനിൽകുമാർ, CPIയുടെ സുനിൽകുമാർ ഉണ്ടായിരുന്നു. ഈ പൂരം കലക്കി തോൽപ്പിക്കപ്പെട്ട സുനിൽകുമാർ ഉണ്ടായിരുന്നു. അവിടെ VD സതീശൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതാവിനോടും ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ ഈ പ്രതീക്ഷയെ, അവരുടെ നിരാശയെ രാഷ്ട്രീയത്തോടുള്ള നിരാശയായിട്ടല്ല തിരുത്താനാവണം. ഇന്ത്യയിൽ രാഹുൽ നയിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. രാഹുലിനെ രാഹുൽ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു വന്നപ്പോ BJP പറഞ്ഞൊരു വർത്താനമുണ്ട്. രാഹുൽ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ല. ആരോട്? പപ്പു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞവരാണ്. BJPയെ കൊണ്ടത് പറയിപ്പിക്കാൻ കഴിഞ്ഞത് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരനാണ്. രാഹുൽ രാഷ്ട്രീയത്തിൽ വളർത്തി വരുന്ന ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. ജനങ്ങളുടെ, പാവപ്പെട്ടവന്റെ, ബുദ്ധിമുട്ടുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, അവന്റെ കൂടെ നിന്ന് രാഷ്ട്രീയം പറയേണ്ടുന്ന കാലമാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച, കേരളത്തിൽ മുഴുക്കെ തന്നെ നടക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് നിസ്സാരമായി നിങ്ങൾ കാണരുത്. മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ സമാനമായ ജനസംഖ്യാക്രമമുള്ള നാടാണ് ആസാം. ആസാം ഭരിക്കുന്നത് BJP ആണ്. നിങ്ങൾ വിചാരിക്കുന്നില്ലേ, ഇവിടെ നടക്കൂല, ഇവിടെ സാധ്യല്ല, വെറുതെയാണ്. നിങ്ങളും ഞാനും ഇരിക്കുന്നിടത്ത് അരിച്ചരിച്ചരിച്ച് RSSകാരന്റെ പദ്ധതിയെ നടപ്പിലാക്കാൻ വരുന്നുണ്ട്. ലീഗിന്റെ പ്രതിരോധം രാഷ്ട്രീയമാണ്. RSSനെ ശരിയാക്കണമെന്ന് പറഞ്ഞു വന്ന തീവ്ര സംഘത്തെ നമ്മൾ തന്നെയാണ് തുരുത്തിയത്. അത് മാർഗമല്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് 2024 ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ മാർഗമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, കർണാടകയിൽ RSSന്റെ വേരറുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് കാറ്റുമതി. 82% ഹിന്ദുക്കളുള്ള കർണാടകയിൽ RSS തോറ്റു. എന്താ കാര്യം? സിദ്ധരാമയ്യയും TKയും ചേർന്നുള്ള ഒരു രാഷ്ട്രീയ തരംഗം വന്നു. രാഹുലിന്റെ തരംഗത്തിൽ UP പോലും BJP തകർന്നു. എന്നാൽ കേരളത്തില് ഈ രാഹുൽ തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശ്ശൂരിൽ കിട്ടേണ്ട ഒരു സീറ്റ് ജനാധിപത്യ മുന്നണിക്കല്ല, LDF UDF-നായാലും BJP-ക്ക് കിട്ടി. മറ്റെല്ലാ സ്റ്റേറ്റുകളിലും BJP മൂക്കുകുത്തി വീണപ്പോ എങ്ങനെയാണ് BJP കേരളത്തിൽ എഴുന്നേറ്റ് നിന്നത്? ഇതൊരു കണക്കാണ്, ഇതൊരു പാഠമാണ്. കേരളത്തിൽ വർഗീയത അടിവേരിലേക്ക് ഇറങ്ങിയാൽ
ഉറപ്പിച്ചോ, ഒരു തരംഗത്തിന് അത് മാറ്റാനാവില്ല. ഇക്വേഷനുകളെ മാറ്റിമറിച്ചെടുക്കാനും പ്രയാസമുണ്ടാവില്ല. ഗൗരവത്തോടെ രാഷ്ട്രീയത്തെ കാണണം. ഇതൊരു തമാശന്റെ കളിയല്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. രാഷ്ട്രീയ ബോധം മറന്നുകൊണ്ടല്ല നമ്മൾ നിൽക്കേണ്ടത് എന്ന് ജയം.